സച്ചിൻ, അതായത് പാലക്കാട് സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ പരാതി വരുന്നതിന് തൊട്ട് മുൻപ് വരെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം ഈ പ്രചാരണ പരിപാടികളിലൊക്കെ തന്നെ സജീവമായിരുന്നു. പക്ഷേ പരാതി വന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം മുങ്ങുന്നു. വളരെ പെട്ടെന്നാണ് ഈ MLA ഓഫീസ് പൂട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ പിന്നീട് DYFIയുടെ അടക്കം പ്രതിഷേധമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ഭദ്ര, തീർച്ചയായും. കാരണം ഇന്നലെ രാവിലെയോടുകൂടെ പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ, അതേപോലെ തന്നെ പിരായിരി പഞ്ചായത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം, അതായത് വൈകിട്ടോടുകൂടെ രാഹുലിനെതിരെ യുവതി പരാതി നൽകുന്നു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുകയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ, അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ള ആളുകൾ, മറ്റ് സഹപ്രവർത്തകരടക്കം പാലക്കാട് നിന്ന് മുങ്ങിയിരിക്കുകയാണ്. രാഹുലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫാണ്, മറ്റുള്ളവരുടെയും ഫോൺ സ്വിച്ച് ഓഫാണ്. എന്നാൽ പോലും പോലീസ് കൃത്യമായ രീതിയിൽ രാഹുലിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം. രാഹുലിൻ്റെ നീക്കങ്ങളൊക്കെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ രീതിയിൽ നിരീക്ഷണം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏത് നിമിഷവും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ രാഹുലിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഭദ്ര പറഞ്ഞതുപോലെ തന്നെ കേരള പോലീസാണ് മികവ്, രാജ്യത്തും ലോകത്തും മികവ് തെളിയിച്ച പോലീസാണ്. അതിനാൽ തന്നെ രാഹുലിനെ എത്രയും പെട്ടെന്ന് കൊടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാഹുലിൻ്റെ MLA ഓഫീസാണ്. കഴിഞ്ഞ കാലങ്ങളിലടക്കം രാഹുലിനെതിരെ ആരോപണങ്ങൾ വന്നു. ഒരു മാസത്തോളം രാഹുൽ പാലക്കാട് നിന്നും മുങ്ങിയിരുന്നു. 38ഓളം ദിവസം പത്തനംതിട്ടയിലെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനുശേഷമാണ് പാലക്കാടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്. എന്നാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസ് പൂർണ്ണമായ തോതിൽ മുഴുവൻ, അതായത് ഇവിടുത്തെ ജോലിക്കാരൊക്കെ എത്തിയിരുന്നു. എന്നാൽ പോലും ഇപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായ പരാതി വന്നതിന് ശേഷം ഇന്നലെ വൈകിട്ടോടുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസ് പൂട്ടുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് 2 വാഹനങ്ങളാണുള്ളത്. അതിൽ കിയ കാറാണ് ഈ ഓഫീസിന് മുന്നിലുള്ളത്. അതിൻ്റെ MLA ബോർഡ് അടക്കം എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിനാൽ തന്നെ വാഹനം മാറി മാറിയാണോ സഞ്ചരിക്കുന്നത് എന്ന കാര്യത്തിലൊന്നും കൃത്യമായ രീതിയിൽ വ്യക്തതയില്ല. എന്നാൽ പോലും രാഹുലിൻ്റെ ഒരു വാഹനം രാഹുലിൻ്റെ കയ്യിൽ ഒപ്പം തന്നെയാണ് ഉണ്ടാവുക എന്നത് തന്നെയാണ് പോലീസിൻ്റെയും ഒരു നിഗമനം. ഈ കാണുന്ന കാറ് ഇന്നലെ ഇവിടെ, അതായത് MLA ഓഫീസിൽ തന്നെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇന്നലെയോടുകൂടെ ശക്തമായ രീതിയിൽ രാഹുലിനെതിരെ പരാതി വന്നതിന് ശേഷം ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ, അതായത് DYFIയുടെ നേതൃത്വത്തിലടക്കം രാഹുലിൻ്റെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. അതിനുശേഷം BJPയുടെ നേതൃത്വത്തിലും രാഹുലിൻ്റെ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ശക്തമായ പോലീസ് കാവലിൽ തന്നെയാണ് MLA ഓഫീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നും തമിഴ്നാട്ടിലേക്ക് മുങ്ങാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്. അതിനാൽ തന്നെ കൃത്യമായ രീതിയിൽ പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കവും ഉണ്ടാവും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാഹുലിനെതിരെ ആരോപണം വന്നപ്പോൾ തനിക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ ഒരു യുവതി പോലും തയ്യാറായിട്ടില്ലല്ലോ എന്ന വലിയ രീതിയിലുള്ള വീരവാദം മുഴക്കിക്കൊണ്ടായിരുന്നു പാലക്കാട് UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് യുവതിയുടെ ശബ്ദ സന്ദേശം, അതായത് യുവതിയുടെ ശബ്ദ സന്ദേശവും അതേപോലെ തന്നെ വാട്സപ്പ് ചാറ്റും പുറത്തു വരുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വലിയ രീതിയിൽ ആക്രോശിക്കുന്ന രൂപത്തിലൊക്കെ മാധ്യമങ്ങളെ വിമർശിക്കുന്നു. തനിക്കെതിരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ എന്തുകൊണ്ട് പോലീസ് തയ്യാറാവുന്നില്ല എന്ന ചോദ്യമൊക്കെ ഉന്നയിച്ചിരുന്നു. തനിക്കെതിരെ എന്തുകൊണ്ട് ആരും പരാതി നൽകുന്നില്ല എന്നൊക്കെയായിരുന്നു രാഹുലിൻ്റെ വാദം. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെയും ഭാഗത്തു നിന്നും വന്ന പ്രതികരണം. കാരണം രാഹുലിനെതിരെ കേസൊന്നും എടുത്തിട്ടില്ലല്ലോ, രാഹുലിനെതിരെ ആരും നേരിട്ട് പരാതി കൊടുത്തിട്ടില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ പരാതി വന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കോൺഗ്രസ്. പാലക്കാട്ടെ കോൺഗ്രസും വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് സമയമാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പരാതി രാഹുലിനെതിരെ വരുന്നത്. കൃത്യമായ രീതിയിൽ സ്ത്രീകളെ ഒന്നാകെ അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്ത ഒരു ക്രൂരനായ വ്യക്തിയാണ് രാഹുൽ എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി രാഹുലിനെതിരെ രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്. പ്രധാനമായും സച്ചിൻ, കഴിഞ്ഞ ദിവസം വരെ പാലക്കാട് സജീവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ പ്രവർത്തകർക്കൊക്കെ വലിയ രീതിയിൽ പ്രചാരണത്തിന് ഊർജം പകരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഒരു വാദമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നോക്കൂ, എങ്ങനെയാണ് അവിടുത്തെ പ്രചാരണം UDFന്റെ? കാരണം രാഹുൽ മുങ്ങിയിരിക്കുന്നു, പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, അവിടുത്തെ MLA ആണ്. മാത്രമല്ല ഷാഫി പറമ്പിൽ അവിടെ കൊണ്ടുവന്ന് അത്രമേൽ ഒരു തലയിൽ കയറ്റി വെച്ചാൽ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു.
അത്തരത്തിലുള്ളൊരു നേതാവാണ്. എന്തായാലും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു ഭീഷണി നേരിടുമ്പോൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തകരുടെയൊക്കെ ഒരു പ്രതികരണം? ഇന്നിപ്പോൾ UDF-ന്റെ പ്രചാരണമൊക്കെ നടക്കുന്നുണ്ടോ? ഒരുപക്ഷെ ജനങ്ങളുടെയൊക്കെ പ്രതികരണം പോലും അവർക്ക് ഭയമുണ്ടാകും ഒരുപക്ഷെ. തീർച്ചയായും ഭദ്ര, അത് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നടക്കം കണ്ണാടി പഞ്ചായത്തിലും അതേപോലെ തന്നെ മാത്തൂർ പിരായിരി പഞ്ചായത്തിലെല്ലാം പ്രചരണത്തിൽ പങ്കെടുക്കുമെന്ന് മുൻപ് അറിയിച്ചിരുന്നു. എന്നാൽ പോലും ഇത്തരത്തിൽ രാഹുലിനെതിരെ പരാതി കൊടുത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് മുങ്ങി രാഹുലിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു UDF-ന്റെ ചില നേതാക്കൾ പ്രചരണം നയിച്ചിരുന്നത്. അത് പ്രധാനമായും ഭദ്ര പറഞ്ഞതുപോലെ തന്നെ ഷാഫി പറമ്പിലിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗം പാലക്കാട്ടെ നേതാക്കൾ തന്നെയാണ് രാഹുലിനൊപ്പവും പൂർണ്ണ സമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ ശബ്ദ സന്ദേശങ്ങളും അതേപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളെല്ലാം പുറത്തു വന്നപ്പോൾ രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് ഷാഫി പറമ്പിൽ അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ അനുകൂലികളുമാണ്. അവരൊക്കെ തന്നെയാണ് രാഹുലിനെ പാലക്കാടേക്ക് സജീവമായി മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു അണിയറ തന്ത്രങ്ങൾ മെനഞ്ഞത്. പ്രധാനമായും ഷാഫിക്കൊപ്പം നിൽക്കുന്ന പാലക്കാട്ടെ നേതാക്കളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ആദ്യമായി രഹസ്യമായി യോഗങ്ങളിലൊക്കെ പങ്കെടുപ്പിച്ചു. പിന്നീടാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് രാഹുലിനെ സജീവമാക്കി കൊണ്ടുവരുന്നത്. പ്രധാനമായും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന ചടങ്ങ്, അതേപോലെ തന്നെ പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്നു, കൺവെൻഷൻ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലെല്ലാം രാഹുൽ പങ്കെടുക്കുന്നു. അതൊക്കെ UDF-ന്റെ നേതാക്കളൊക്കെ UDF-ന്റെ ഔദ്യോഗിക പരിപാടികളിലൊന്നും രാഹുൽ പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും കൃത്യമായ രീതിയിൽ ഇത്തരം UDF-ന്റെ എല്ലാ ഔദ്യോഗികമായ കാര്യങ്ങളിലും രാഹുൽ പാലക്കാട് പങ്കെടുത്തുകൊണ്ടിരുന്നു. എന്നാൽ ഇതിനൊന്നും കൃത്യമായ മറുപടി അന്ന് നേതൃത്വം വ്യക്തമാക്കിയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശനോ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പോലും ഷാഫിയുടെ ഒരു പിന്തുണയോടുകൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൂർണ്ണ തോതിൽ പാലക്കാട് മണ്ഡലത്തിലെ എല്ലാ പ്രചാരണ പരിപാടികളിലും പങ്കെടുത്തിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി യുവതി പരാതി നൽകുന്നത്. അതിനാൽ തന്നെ പാലക്കാട്ടെ കോൺഗ്രസ് ഇനി എങ്ങനെ പ്രചാരണങ്ങളൊക്കെ ആയി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിലാണ് ഉള്ളത്. പ്രധാനമായും പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പനും അതേപോലെ തന്നെ VK ശ്രീകണ്ഠൻ MP അടക്കമുള്ള നേതാക്കൾ പാലക്കാട്ടേക്ക് രാഹുലിനെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞിരുന്നു. ഷാഫി പറമ്പിലിൻ്റെ പിടിവാശി മൂലമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് വരുന്നതും അതേപോലെ തന്നെ പാലക്കാട് മത്സരിക്കുന്നതും. അതിനാൽ തന്നെ ഇതിൻ്റെയൊക്കെ കൃത്യമായ ഉത്തരം പറയേണ്ടത് ഷാഫി പറമ്പിൽ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു രീതിയും നമ്മൾ കണ്ടതാണ്. കാരണം VD സതീശനും അതേപോലെ തന്നെ സണ്ണി ജോസഫ്, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെല്ലാം രാഹുലിനെതിരെ പരാതിയില്ലല്ലോ, ഒരു പരാതി മുൻപ് ഉയർന്നു വന്ന ഒരു വിഷയത്തിന്മേൽ വീണ്ടും എങ്ങനെയാണ് നടപടിയെടുക്കുക എന്ന കാര്യമൊക്കെയാണ് നേതാക്കൾ ചോദിച്ചിരുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ പരാതി വന്നിരിക്കുകയാണ്. ഇനി എന്ത് നടപടി? കോൺഗ്രസിൻ്റെ UDF-ന്റെ MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. MLA സ്ഥാനം രാഹുൽ രാജിവെക്കുമോ എന്നത് തന്നെയാണ് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFIയുടെയൊക്കെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനവീരനെതിരെ ശക്തമായ രീതിയിലാണ് പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭദ്ര.